ഈ വിഷുക്കാലത്തും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങോട്ടേക്ക് പോകാം. ശരി, വിഷു മഹോത്സവത്തിനായി എത്തുന്ന ശബരിമല തീർത്ഥാടകർ എരുമേലിയിൽ ദുരിതത്തിലാണ്. കടുത്ത വേനലിലും തീർത്ഥാടകർക്ക് യാതൊരു സൗകര്യങ്ങളും എരുമേലിയിൽ ഒരുക്കിയിട്ടില്ല. ചുട്ടുപൊള്ളുന്ന വെയിലിൽ പേട്ടതുള്ളിയെത്തുന്ന ഭക്തർ എരുമേലിയിൽ അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളാൽ വലയുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശബരിമല തീർത്ഥാടകർ എത്തുന്നത് വിഷു മഹോത്സവത്തിനാണ്. മേടമാസ പൂജ, തിരുവുത്സവം, വിഷു മഹോത്സവം എന്നിങ്ങനെ വിശേഷ പൂജകൾക്കായി മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നട തുറക്കുമ്പോൾ ഈ കാലയളവിനെ മിനി തീർത്ഥാടന കാലമായി കണക്കാക്കാം. അയൽ സംസ്ഥാന ഭക്തരടക്കം ഏറ്റവും കൂടുതൽ എത്തുന്ന വിഷു മഹോത്സവ നാളുകളിലും പക്ഷേ ശബരിമല തീർത്ഥാടനത്തിന്റെ കവാടമായ എരുമേലിയിൽ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക ക്രമീകരണങ്ങൾ ഒന്നുമില്ല. എരുമേലി ഉൾപ്പെടെ കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ടാറിട്ട റോഡിലൂടെ പേട്ടതുള്ളാൻ പ്രയാസപ്പെടുകയാണ് ഭക്തർ. തീർത്ഥാടകർക്ക് പേട്ടതുള്ളാൻ ക്രമീകരണത്തിന് റോഡ് നനച്ചു കൊടുക്കാൻ സംവിധാനം ഒരുക്കിയിട്ടില്ല. കുഞ്ഞയ്യപ്പന്മാരുൾപ്പെടെ ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ളിയെത്തുന്നു. പേട്ടതുള്ളൽ പാതയിൽ ടാറിംഗ് റോഡ് ചുട്ട് പൊള്ളി കിടക്കുകയാണ്. നമുക്കറിയാം, ഒരു ടാറ് ഉരുകുന്ന ഒരു അവസ്ഥയാണ് ഈ റോഡ് ഉള്ളത്. അയ്യപ്പ ഭക്തന്മാർ ചെരുപ്പ് പാദരക്ഷ ഉപയോഗിക്കുകയില്ല. ശരിക്കും വലിയ ഒരു പീഡനമാണ് ഈ അയ്യപ്പ ഭക്തന്മാർ എരുമേലിയിൽ ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് എരുമേലിയിൽ അനുഭവിക്കുന്നത്. ശരിക്കും പകൽ സമയങ്ങളിൽ പഞ്ചായത്ത് ഈ പേട്ടതുള്ളൽ പാത നനച്ചു കൊടുക്കേണ്ടതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ചെയ്തിട്ടില്ല. കുടിവെള്ള വിതരണം, വിശ്രമസ്ഥല ക്രമീകരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊന്നും ക്രമീകരിച്ചിട്ടില്ല. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടില്ല. അതേപോലെ എരുമേലി ടൗൺ മുഴുവൻ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം, ഇത്രയും അധികം തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. അപ്പോൾ കൂടുതൽ ജോലിക്കാരെ നിയോഗിച്ച് ഈ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തും ദേവസ്വം ബോർഡും പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കേണ്ടതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള അധിക ഡ്യൂട്ടി, അധിക ജീവനക്കാരെ ഇവർ നിശ്ചയിച്ചിട്ടില്ല, അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടില്ല. ഈ സംവിധാനങ്ങൾ മുഴുവൻ ഒരു തകർന്ന ഒരു അവസ്ഥയാണ് എരുമേലിലുള്ളത്. മാസപൂജാ നാളുകളിൽ തീർത്ഥാടകർക്ക് യാതൊരു ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണ് എരുമേലിയിൽ നിന്നും വിഷു മഹോത്സവ നാളുകളിൽ കാണുന്നത്. ജനം, കോട്ടയം. ദുരിതത്തിലാണ് എരുമേലിയിലെത്തുന്ന ഭക്തജനങ്ങൾ. ഒരു അടിസ്ഥാന സൗകര്യം, ചുട്ടുപൊള്ളുന്ന വെയിലത്തും ഒരു ഗ്ലാസ് വെള്ളം പോലും നൽകാൻ അവിടെ ദേവസ്വം ഭൂമി പുറമ്പോക്കാണ് ഇവർക്ക്. എരുമേലി ഏതൊരു നിർണായക സമയത്തും ഇങ്ങനെയാണ്. ശബരിമലയിലും നമ്മളത് കണ്ടതാണ്. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ, കുടിവെള്ളം കൊടുക്കാതെ എത്ര മണിക്കൂറാണ് ഈ തീർത്ഥാടന കാലത്ത് പലരും കുഴഞ്ഞു വീഴുകയാണ്. കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞിരുന്നു, കുഴഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ശബരിമലയോട്, ഭക്തരോട്, വിശ്വാസികളോട് ഇവർക്ക് ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ മനോഭാവം ഇതാണ്.